നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് നിർണായകമായ ഇറാൻ ആണവ കരാർ ചർച്ചകൾക്കുമിടയിൽ ലോകശക്തിയായ അമേരിക്കയുടെ ഭരണകേന്ദ്രമായ വൈറ്റ് ഹൗസിന് തൊട്ടുമുന്നിൽ അപ്രതീക്ഷിതമായ വൻ വെടിവയ്പ് നടന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് പ്രസിഡന്റ് ട്രംപിന് നേരെ ഒരു വധശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെ, അതായത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയാണ് വൈറ്റ് ഹൗസിന് സമീപമുള്ള 17-ാം സ്ട്രീറ്റിലും പെൻസിൽവാനിയയിലെ അവന്യൂവിലുമാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച നാടകീയ സംഭവങ്ങൾ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായ ഭരണകേന്ദ്രമായ വൈറ്റ് ഹൗസിന് തൊട്ടുമുന്നിൽ നാടകീയമായ വെടിവെപ്പും സുരക്ഷാ ഏജന്റുമാരുടെ പ്രത്യാക്രമണവും നടക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വെടിയൊച്ചകൾ മുഴങ്ങുമ്പോൾ ട്രംപ് വൈറ്റ് ഹൗസിലെ തന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു എന്നും, എന്നാൽ വൈറ്റ് ഹൗസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ ശക്തമായിരുന്നതിനാലും അക്രമിയെ സുരക്ഷാ മതിലുകൾക്കും അതിരുകൾക്കും പുറത്തു തന്നെ തടഞ്ഞു നിർത്താൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞതിനാലും പ്രസിഡന്റിനോ മറ്റ് VVIPകൾക്കോ യാതൊരുവിധ ഭീഷണിയും ഉണ്ടായില്ലെന്നാണ് US സീക്രട്ട് സർവീസ് വക്താവ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. വൈറ്റ് ഹൗസിന്റെ ദൈനംദിന ഭരണ നടപടികളെയും ഔദ്യോഗിക ഓപ്പറേഷനുകളെയും ഈ സംഭവം ബാധിച്ചിട്ടില്ലെന്നും കമാൻഡ് സെന്റർ അറിയിച്ചിട്ടുണ്ട്. പ്രസിഡന്റിന്റെ സുരക്ഷാ ചുമതലയുള്ള US സീക്രട്ട് സർവീസ് ഏജന്റുമാർക്ക് നേരെ അക്രമി തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നു. സുരക്ഷാ സേന ഉടനടി നടത്തിയ പ്രത്യാക്രമണത്തിൽ അക്രമി വെടിയേറ്റ് വീഴുകയും പിന്നീട് ആശുപത്രിയിൽ വച്ച് മരിക്കുകയും ചെയ്തു. അക്രമത്തിനിടയിൽ പെട്ടുപോയ ഒരു വഴിയാത്രക്കാരനും വെടിയേറ്റിട്ടുണ്ട്. ഇറാനുമായുള്ള പുതിയ നയതന്ത്ര ചർച്ചകളും ഉപരോധ വിഷയങ്ങളും വൈറ്റ് ഹൗസിന്റെ മേൽനോട്ടത്തിൽ അതീവ രഹസ്യമായി പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് നമുക്കറിയാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയും സമാനമായ രീതിയിൽ ഒരു ആക്രമണം നടന്നിരുന്നു. അന്നും തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അന്ന് പുറത്തു വെച്ചായിരുന്നു. അന്ന് സുരക്ഷാ ഏജന്റുമാരെയൊക്കെ തന്നെ മറികടന്ന് അക്രമി ഏകദേശം അടുത്തെത്തിയതായിരുന്നു. വെടിവെപ്പ് നടന്ന ഉടൻ തന്നെ വൈറ്റ് ഹൗസ് പൂർണ്ണമായും അടച്ചിടുകയും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ മാസം വാഷിംഗ്ടണിൽ നടന്ന പ്രശസ്തമായ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിന് നേരെയും സമാനമായ രീതിയിൽ ഒരു തോക്കുധാരി വെടിയുതിർത്ത സംഭവമുണ്ടായിരുന്നു. ആ കടുത്ത സുരക്ഷാ വീഴ്ചയുടെ ഞെട്ടലും ആശങ്കയും മാറുന്നതിന് മുമ്പ് തന്നെ പ്രസിഡന്റ് ഉള്ളിലുള്ള സമയത്ത് വൈറ്റ് ഹൗസിന് നേരെ വീണ്ടും ആയുധധാരിയായ അക്രമി എത്തിയത് അമേരിക്കൻ ഭരണകൂടത്തെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും കനത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വിദേശ നയതന്ത്ര ചർച്ചകളെയും അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്ന ഈ ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഗോള ഭീകര ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ചും FBI-യും രഹസ്യാന്വേഷണ ഏജൻസികളും സംയുക്തമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് വൈറ്റ് ഹൗസ് പരിസരത്ത് സാധാരണ മട്ടിൽ ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കറുത്ത ബാഗ് ധരിച്ചെത്തിയ ഒരാൾ പെട്ടെന്ന് ആയുധം പുറത്തെടുത്ത് സുരക്ഷാ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തത്. സീക്രട്ട് സർവീസ് പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 15 മുതൽ 30 തവണ വരെ അക്രമി തുരുതുര വെടിവെച്ചതായാണ് ദൃക്സാക്ഷികൾ നൽകുന്ന സൂചന. അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നിട്ടും അതീവ സവിശേഷ പരിശീലനം ലഭിച്ച US സീക്രട്ട് സർവീസ് പോലീസ് ഒട്ടും സമയം കളയാതെ അക്രമിക്ക് നേരെ പ്രത്യാക്രമണം നടത്തുകയായിരുന്നു. ഏജന്റുമാരുടെ വെടിയേറ്റ് നിലത്ത് വീണ അക്രമിയെ കനത്ത സുരക്ഷയിൽ ഉടനടി വാഷിംഗ്ടണിലെ പ്രാദേശിക ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം ഇയാൾ മരണപ്പെട്ടതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അക്രമിയുടെ വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനായ മറ്റൊരാളും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഭാഗ്യവശാൽ ആക്രമണത്തിൽ സീക്രട്ട് സർവീസ് ഏജന്റുമാർക്കോ മറ്റുദ്യോഗസ്ഥർക്കോ പരിക്കേറ്റിട്ടില്ല. വെടിവയ്പ് ആരംഭിച്ചതോടെ വൈറ്റ് ഹൗസ് പരിസരത്ത് വാർത്തകൾ ശേഖരിക്കുകയായിരുന്ന നിരവധി അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരും പരിഭ്രാന്തരായി ചിതറിയോടി. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകരെയും മറ്റ് ജീവനക്കാരെയും വേഗത്തിൽ തന്നെ സുരക്ഷിതമായ പ്രസ് ബ്രീഫിംഗ് റൂമിലേക്ക് മാറ്റുകയും വാതിലുകൾ അകത്തു നിന്ന് പൂട്ടുകയും ചെയ്തു. വൈറ്റ് ഹൗസ് വൻ സൈനിക കാവലിലാവുകയും ഏതാണ്ട് 1 മണിക്കൂറോളം പൂർണ്ണമായ ലോക്ക്ഡൌൺ തുടരുകയും ചെയ്തു. തുടർന്ന് സുരക്ഷാ ഏജൻസികൾ പ്രദേശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും മറ്റു ഭീഷണികളില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത ശേഷമാണ് പ്രാദേശിക സമയം രാത്രി 7 മണിയോടെ വൈറ്റ് ഹൗസിലെ ലോക്ക്ഡൌൺ പിൻവലിച്ചത്.
പ്രസ് ബ്രീഫിംഗ് റൂമിൽ നിന്ന് പുറത്തു വന്ന മാധ്യമപ്രവർത്തകർ പങ്കുവച്ച ചിത്രങ്ങളിൽ കറുത്ത പ്രതിരോധ വസ്ത്രങ്ങൾ ധരിച്ച കനത്ത ആയുധധാരികളായ സീക്രട്ട് സർവീസ് കമാൻഡോകൾ വൈറ്റ് ഹൗസിനെ കാവൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. മിഡിൽ ഈസ്റ്റിലെ കടുത്ത യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിൽ അതീവ രഹസ്യമായ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നതും നയതന്ത്ര ലോകമേറെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഇനി ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇറാന്റെ കൈകളുണ്ടോ എന്നുള്ളത് കൂടി അമേരിക്ക പരിശോധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനമുള്ള ഈ സമാധാന ശ്രമങ്ങളെയും ഒത്തുതീർപ്പ് ചർച്ചകളെയും അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കടുത്ത തീവ്രവാദ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ വിദേശ ശക്തികളോ ആണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ശക്തമായി സംശയിക്കുന്നുണ്ട്. അക്രമിയുടെ കൃത്യമായ വിവരങ്ങളോ ഇയാളുടെ ലഹരി ഭീകര ബന്ധങ്ങളോ എന്താണെന്ന് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. വെടിവയ്പ് നടന്ന പെൻസിൽവാനിയ അവന്യൂവിലേക്കും 17-ാം സ്ട്രീറ്റിലേക്കുമുള്ള എല്ലാ പ്രധാന റോഡുകളും വൺവേകളും നിലവിൽ വാഷിംഗ്ടൺ മെട്രോപൊളിറ്റൻ പോലീസും FBI-യും ചേർന്ന് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. വൈറ്റ് ഹൗസിന് ചുറ്റുമുള്ള തെരുവുകളിൽ ഡസൻ കണക്കിന് കവചിത പോലീസ് വാഹനങ്ങളും അത്യാധുനിക ആംബുലൻസുകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ ആഭ്യന്തര വിപണിയെയും ആഗോള നയതന്ത്ര ബന്ധങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കാൻ പോകുന്ന വലിയൊരു രാഷ്ട്രീയ സുരക്ഷാ ചർച്ചയ്ക്കാണ് ഈ വൈറ്റ് ഹൗസ് വെടിവെപ്പ് വഴി തുറന്നിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ സുരക്ഷാ കോട്ടയായ അമേരിക്കൻ പ്രസിഡൻഷ്യൽ കൊട്ടാരം വലിയൊരു ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ നിർണായക വിവരങ്ങൾ പുറത്തു വരികയാണ്. വൈറ്റ് ഹൗസിന് പുറത്ത് അതീവ സുരക്ഷാ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച വെടിവെപ്പിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് US സീക്രട്ട് സർവീസ് ഇപ്പോൾ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങോടെ എത്തിയ അക്രമിയുടെ വെടിയുണ്ടകൾ ഒന്നുപോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സുരക്ഷാ ജീവനക്കാരുടെ മനോധൈര്യം അനുവദിച്ചില്ല. സുരക്ഷാ ജീവനക്കാർക്ക് നേരെ അക്രമി വെടിയുതിർത്ത ഉടൻ തന്നെ കനത്ത ജാഗ്രതയിലായിരുന്ന സീക്രട്ട് സർവീസ് അതീവ വേഗതയിൽ തിരിച്ചു വെടിവെക്കുകയായിരുന്നു. ലോകത്തെ ഏറ്റവും അത്യാധുനികമായ വൈറ്റ് ഹൗസിലെ സുരക്ഷാ വലയം ഒരിഞ്ച് പോലും ഭേദിക്കാൻ അക്രമിക്കായിട്ടില്ല എന്നതും ഈ പ്രതിരോധത്തിന്റെ മാറ്റുകൂട്ടുന്നു. അതീവ സുരക്ഷിതമായ ഇവിടത്തെ കോട്ട മതിലുകൾക്ക് പുറത്തു തന്നെ പ്രതിയെ നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞത് വൈറ്റ് ഹൗസിന്റെ സുരക്ഷാ മികവിനെ അടിവരയിടുന്ന ഒന്നായി മാറി. കറുത്ത ബാഗ് തോളിലിട്ട് ഒരു ടൂറിസ്റ്റിനെ പോലെ നടന്നു വന്നയാൾ പെട്ടെന്നാണ് കൊടും ക്രിമിനലായി മാറിയത്. 17-ാം സ്ട്രീറ്റിലെ പെൻസിൽവാനിയ അവന്യൂവിലെയും പ്രധാന പോസ്റ്റിലെ സൈനികരെയുമാണ് ഇയാൾ ലക്ഷ്യമിട്ടത്. അക്രമി ബാഗിൽ നിന്ന് തോക്ക് പുറത്തെടുത്ത നിമിഷം തന്നെ സുരക്ഷാ ക്യാമറകളും അലാറങ്ങളും ഉണർന്നിരുന്നു. തൊട്ടുപിന്നാലെ വെടിവെച്ചുകൾ മുഴങ്ങിയതോടെ സമീപത്തുണ്ടായിരുന്ന കവചിത വാഹനങ്ങളിൽ നിന്നും കൂടുതൽ കമാൻഡോകൾ നിമിഷങ്ങൾക്കകം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി പ്രതിരോധം തീർക്കുകയായിരുന്നു. വെടിയേറ്റ് വീണ അക്രമിയെ അതീവ രഹസ്യമായി വാഷിംഗ്ടണിലെ പ്രാദേശിക ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാൾ മരണപ്പെട്ടതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അക്രമിയുടെ വെടിയേറ്റ് പരിക്കേറ്റ് മറ്റൊരു വഴിയാത്രക്കാരൻ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇയാളുടെ നിലവിൽ ആശങ്കാജനകമല്ലെന്നാണ് വിവരം. അമേരിക്കൻ ഭരണകൂടത്തെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും ഒരുപോലെ ഉണർത്തിയ ഈ വെടിവെപ്പിന് പിന്നാലെ വാഷിംഗ്ടൺ DC-യിൽ എങ്ങും കനത്ത ജാഗ്രത തുടരുകയാണ്. വൈറ്റ് ഹൗസിന് ചുറ്റുമുള്ള തെരുവുകളിൽ സുരക്ഷാ പരിശോധനകളും നിരീക്ഷണങ്ങളും ഇരട്ടിയാക്കിയതായി പോലീസ് വക്താക്കൾ അറിയിച്ചു കഴിഞ്ഞു.